ലെവലിലേക്ക് നീ വളരാൻ സമയമായി. അടുത്ത തലത്തിലേക്ക് നീ വളരാൻ സമയമായി. എത്ര പേര് എന്നെ കേൾക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. അടുത്ത ലെവലിലേക്ക് നീ നിന്റെ ശുശ്രൂഷയും എടുക്കപ്പെടാൻ സമയമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുതിയ സ്ട്രോങ്. നിങ്ങൾക്കറിയാം, കർഷകരായിട്ടുള്ളവർ ഇവിടെ വന്നിട്ടുണ്ട്. കർഷകരായിട്ടുള്ളവർ ഒന്ന് കരമുയർത്തിക്കേ. കർഷകരായിട്ടുള്ളവരൊന്ന് കരമുയർത്തിക്കേ. കർഷകർ. ജോയിച്ചാൻ, പൊൻകുന്നത്തെ കർഷകൻ, ഇങ്ങോട്ടൊന്ന് വന്ന് ചോദിക്കട്ടെ. ജോയിച്ചാനോടൊന്ന് ചോദിക്കാൻ കാര്യം എങ്ങനെയാണെന്ന് ജോയിച്ചാനോടൊന്ന് ചോദിക്കാൻ. ജോയിച്ചാനൊക്കെ എത്ര വർഷമായിട്ട് പാലായിലെ റബ്ബർ എസ്റ്റേറ്റ് മുതലാളിയാണ്? എത്ര വർഷമായിട്ട് കർഷകനാണ്? 40 വർഷമായിട്ട്. 40 വർഷമായ കർഷകനോട് ചോദിക്കാം നമുക്ക്. അച്ഛാ, ഈ തേക്ക് അതുപോലുള്ള വൃക്ഷങ്ങളുടെ എല്ലാം ഈ കൊച്ചിലുള്ള ശിഖരങ്ങൾ നിങ്ങൾ എന്തിനാ ഈ വെട്ടി വിടുന്നേ? എന്തിനാ? അതിന്റെ ഉദ്ദേശം എന്നാ? നന്നായിട്ട് വളരാനായിട്ട്. അപ്പൊ ഈ വെട്ടും തോറും താഴോട്ട് പോവല്ല, മുകളിലേക്ക് തായ്തടി വണ്ണത്തോടു കൂടി. അങ്ങനെയല്ലേ ഒന്ന് പറഞ്ഞു. അങ്ങനെയാ. എങ്ങനെയാ? അപ്പം മുകളിലേക്ക് ഇത് നന്നായിട്ട് വളരും. ഹൈറ്റ് കൂടും. വെട്ടും തോറും നിന്റെ റേഞ്ച് കൂടും. ഒന്ന് വിശ്വസിച്ചോ അത്? വെട്ടും തോറും. എന്റെ അഭിപ്രായത്തിൽ ആരും വെട്ടാനില്ലെങ്കിൽ പൈസ കൊടുത്തെങ്കിലും വെട്ടാൻ ആൾക്കാരെ ഏർപ്പെടുത്തണം. ആരും വെട്ടാനില്ലെങ്കിൽ കാശ് തരാന്നെങ്കിലും പറഞ്ഞ് വെട്ടാൻ ആൾക്കാരെ ഇരുത്തിക്കണം. അവരെല്ലാവരും ഇരുന്ന് വെട്ടിയാലും നടന്ന് വെട്ടിയാലും നീ തീരത്തില്ല പൊന്നുമോനെ. കാരണം നിന്റെ ഹൈറ്റ് വർദ്ധിക്കത്തേ ഉള്ളൂ. അടുത്ത മഴയത്ത് നീ പൊട്ടിക്കിളിർക്കും, നീ വലുതാകും, നിന്റെ ശിഖരം പിന്നെയും പുറത്ത് വരും, പുതിയ ഫലങ്ങൾ പുറത്ത്. പക്ഷെ അതിന്റെ പരിപാടി ഒന്ന് വിശദീകരിച്ച എങ്ങനെയാ? ഈ കർഷകന്റെ സ്വപ്നം വെട്ടും തോറും മേളിലോട്ട് പൊങ്ങാനാ. സൈഡിലേക്ക് പോകരുത്, വളഞ്ഞു പോകരുത്, വളയരുത്. ഹല്ലേലൂയ. അപ്പൊ ഈ വെട്ടല് വള ഒഴിവാക്കത്തേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും ഉപദ്രവമില്ല. പിന്നെ താഴേന്ന് വലിച്ചെടുത്ത് മുകളിലേക്കുള്ളത് ശക്തി കൂടുതൽ വരും, മേളിലോട്ടങ്ങ് വളരുക. അപ്പൊ 2 കാര്യമാണെന്ന് തോന്നുന്നു എനിക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. കണ്ട കാഴ്ചപ്പാടിൽ നിന്ന് പറയാം. ഒന്ന്, ഈ സമയത്ത് വൃക്ഷം സ്ട്രോങ് ആവുക, അല്ലേ? ഈ അങ്ങോട്ട് പോകേണ്ടതും കൂടെ ഇവനങ്ങ് പിടിക്കുക, ശിഖരത്തിലോട്ട് പോകേണ്ടതും കൂടെ മുകളിലേക്ക്, ശിഖരത്തിലോട്ട് പോകേണ്ടതും കൂടെ ഇവനങ്ങ് പിടിക്കുക, ഇവനങ്ങ് സ്ട്രോങ് ആവുക. പാഴായി പോകുന്നത് ഈ തായ്തടി അങ്ങ് ഏറ്റെടുക്കുക. പാഴായി പോകുന്നത് തായ്തടി അങ്ങ് ഏറ്റെടുക്കുക. ഇത് മുറിക്കുമ്പോഴത്തേന് ഇവനങ്ങ് സ്ട്രോങ് ആവുക. കണ്ടിട്ടില്ലേ? ഒറ്റ തടിയായിട്ട് മേളിലോട്ട് പൊങ്ങി നിൽക്കുന്ന കണ്ടില്ലേ? ഇങ്ങനെ ഒറ്റ തടിയായിട്ട് നീ നിൽക്കും. എത്ര പേര് ഇത് വിശ്വസിക്കുന്നറിയില്ല. കരമടിച്ചത് യേശുവിന് മഹത്വം കൊടുത്തു. ജീസസ്, ഹല്ലേലൂയ. അവനിൽ വേരൂന്നി. ഒന്ന് പറഞ്ഞേ, അവനിൽ വേരൂന്നി. ഉറക്കെ പറ, അവനിൽ വേരൂന്നി ആത്മീക വർധനവ് പ്രാപിച്ച് ഉപദേശിച്ച് തന്നതിന് ഒത്തവണ്ണം. കൊളോസ് ലേഖനത്തിലെ വാക്യം വായിച്ചോളെ. ആ വാക്ക്, അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചു. കണ്ടോ? അവനിൽ നിന്ന് വർധനവ്, അവനിൽ നിന്ന് ആത്മീയ വർധനവ് പ്രാപിച്ച് നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിനൊത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും. ഈ സമയത്തും വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞു ഇരിപ്പീൻ. അപ്പൊ ഈ സമയത്ത് എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പം നിങ്ങൾ എന്തിലാ കവിയണ്ടെന്നറിയോ? വിരോധത്തിൽ നിറയാനല്ല പറഞ്ഞേ, സ്തോത്രത്തിൽ കവിയാനാ പറഞ്ഞേ. എന്നാലും അവൻ എന്നോട് അത് ചെയ്തല്ലോ, അവൻ എന്നോട് അത് കാണിച്ചു തരാടാ. എന്നാ കാണിക്കാനോ? ഒന്നുമില്ല, ഞാൻ നന്ദി പറയും, ഞാൻ സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. ഒത്തിരി അപവാദം നിങ്ങൾക്കെതിരെ വല്ലവരും പറഞ്ഞു വരുത്തുന്നെങ്കിൽ അവർക്കായിട്ട് സ്തോത്രം ചെയ്യണം. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്ന കൂട്ടത്തിൽ അവരും അനുഗ്രഹിക്കപ്പെടട്ടെ. സൗമ്യതയുള്ളവനെ ഭൂമിയെ അവകാശം ആക്കൂള് പൊന്നെ. കരമടിച്ചത് യേശുവിന് മഹത്വം കൊടുത്തേ. ഞാൻ എഫേസ് ലേഖനത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാം. ഇപ്പോൾ ഇതാ ഞാനാകുന്ന ഈ വൃക്ഷത്തെ നിർത്തിയിട്ട് കാണിക്കാം. ഈ വൃക്ഷത്തെ നിർത്താം. കാറ തീർന്ന പൊൻകുന്ന അച്ചാനെ നിർത്തി കാണിക്കാം. ഈ വൃക്ഷത്തെ യേശു ക്രിസ്തുവിൽ നിർത്തിക്കഴിഞ്ഞപ്പോൾ സംഭവിച്ച ക്രിയ നിങ്ങൾ എന്താണെന്ന് അറിയാതിരിക്കരുത്. ഈ വൃക്ഷം യേശുവിൽ നിന്ന് വലിച്ചെടുത്തു. യേശുവുമായി ഒരു വലിയ വേർപിരിയാനാവാത്ത സംബന്ധത്തിലായപ്പോൾ ഈ വൃക്ഷത്തെ ദൈവസ്നേഹത്തിന്റെ ആഴത്തിലേക്ക് ഇതിന്റെ വേരിനെ വിളിച്ചുകൊണ്ടുപോയി, വലിച്ചുകൊണ്ടുപോയി. ആഴം, വീതി, ഉയരം, നീളം, ഇത് 4 ഒന്ന് പറഞ്ഞേ. ആഴം, വീതി, താഴോട്ട്. അല്ല, അങ്ങനെയാത് ഒന്ന് കൈവരിച്ച് പിടിക്കാമോ?
വലിയ സ്നേഹമാണ് ഞങ്ങൾ തമ്മിൽ കേട്ടോ, നിങ്ങൾ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. ഓക്കെ, ഇതാണ് ആ ചിത്രം, ഇതാണ് ആ ചിത്രം, ഇതാണ് ആ ചിത്രം. താഴോട്ട് ആഴം, ഓക്കെ, ഇടത്തോട്ടും വലത്തോട്ടും വീതിയും, വീതി, ഓക്കെ, വീതിയും നീളവും അല്ലെങ്കിൽ ഉയരം. ഒന്ന് പറഞ്ഞു, ഉയരം, ആഴം, വീതി, നീളം, ഉയരം. ഉറക്കെ പറ, ഉയരം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? നാനാവശത്തേക്കും ഞാൻ വളരാൻ തുടങ്ങി. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. 4 വശത്തേക്കും ഞാൻ വലുതാകാൻ തുടങ്ങി. ആരും കാണുന്നില്ല. ഇത് സംഭവിക്കുന്നത് മേളിലല്ല, ഇത് സംഭവിക്കുന്നത് താഴെയാ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മന്ത്രവാദിക്ക് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല, കാരണം കണ്ടിട്ട് വേണ്ടേ. ഇവിടുത്തെ ആ വിചാരകൻ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ഇത് വേറെ റേഞ്ചാ. നിന്റെ വളർച്ച എല്ലാവരും പുറത്തേ കാണുന്നുള്ളൂ, പക്ഷെ ഈ അകത്തെ വളർച്ച ആരും കാണുന്നില്ല. അകത്ത് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങൾ കർഷകർ സാറിന് പറയാറുള്ള ഒരു വാക്കല്ലേ, ഇടത്തോട്ടും വലത്തോട്ടും മുമ്പോട്ടും പുറകോട്ടും എല്ലാം കൂടെ വേരിറങ്ങിയത് കൊണ്ടാണ് ആ വൃക്ഷം പുറത്തിങ്ങനെ, അതെ, പുറത്തിങ്ങനെ സ്ട്രോങ് ആയിട്ട് അതെ തഴച്ചു വളരുന്നത്. അതാ കറക്റ്റ് വാക്ക്. തഴച്ചു വളരാൻ കാര്യം ഇടത്തോട്ടും വലത്തോട്ടും മുമ്പോട്ടും പുറകോട്ടും എല്ലാം കൂടെ വേരിറങ്ങുന്നതുകൊണ്ട്. ഇത് ആരും കാണണ്ട, ആരോടും പറയുകയും വേണ്ട. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സേവയുണ്ടെന്നുള്ള കാര്യം ആരോടും പറയണ്ട. നമുക്ക് സേവയില്ലേ? നമ്മൾ യേശുവിനെ സേവിക്കുന്നില്ലേ? നിങ്ങളിവിടെ ഇല്ലേ? സേവയുണ്ട്, നമുക്കേ ഉള്ളൂ. നമ്മളാ യേശുവിനെ സേവിക്കുന്നേ. ഹല്ലേലൂയ. ഇതാരോടും പറയണ്ട, ഇത് ഒരുത്തരെ എടുത്ത് കാണിക്കണ്ട. ഞാൻ അങ്ങനെയാ, ഞാൻ ഇങ്ങനെയാ, മിണ്ടാനൊന്നും പോകണ്ട. ഇതകത്തുള്ള സംഭവമാ, പക്ഷെ ഇതിന്റെ റിസൾട്ട് പുറത്ത് കാണും, പുറത്ത് കാണും. ഓരോ ദിവസം ചെല്ലും തോറും, ഓരോ ദിവസം ചെല്ലും തോറും തളർന്നു കുത്തിയിരിക്കുകയല്ല, വളർന്നു പന്തലിക്കുകയാണ്. ഓ, കരമടിച്ച് ഇങ്ങനെയുള്ളവൻ പുറത്ത് എന്നാ ചെയ്താലും വളരും. അവൻ ചുമ്മാ ഒരു കട തുടങ്ങി, ചുമ്മാ വീട്ടിൽ കുത്തിയിരിക്കല്ലേ, എന്നാ ചുമ്മാ ഒരു റബ്ബർ കട തുടങ്ങിയേക്കാതെ ചുമ്മാ ഒരു കട തുടങ്ങി, ആർക്കുമില്ലാത്ത വളർച്ച അവനുണ്ടാവും. അവൻ ചുമ്മാ ഒരു മെഡിക്കൽ സ്റ്റോർ തുടങ്ങി, ആൾക്കാർ ക്യൂ നിൽക്കും. അവനൊരു വസ്തുവിന്റെ മേൽ പോയി ഒന്ന് റിയൽ എസ്റ്റേറ്റ് നടത്തിക്കേ, എത്ര സാമ്പത്തിക മാന്യം ഉണ്ടെങ്കിലും അവന്റെ കച്ചവടം പൊടിപൊടിയായിട്ട് നടക്കും. എന്നാ കാര്യം എന്നറിയാം? ഇത് വേറൊരു സംഭവമാ. പുറത്തെ സാമ്പത്തിക മാന്യത്തിന് അകത്തെ വളർച്ചയെ ബാധിക്കാൻ കഴിയുകയില്ല. എത്ര പേർക്ക് മനസ്സിലായി? എത്ര പേർക്ക് മനസ്സിലായി എന്നറിയില്ല. സ്നേഹത്തിൽ വേരൂന്നി. ഒന്നുറക്കെ പറ. ആ കമ്പനി പൂട്ടി, ഈ കമ്പനി പൂട്ടി, ആ കമ്പനിയും പൂട്ടി, പുറകിലത്തെ കമ്പനി പൂട്ടാൻ പോവാന്ന് കേട്ടു. ഇതിനെ നടുവിൽ ഞാൻ മാത്രം നിൽക്കുന്നു. സ്വാഭാവികമായിട്ടും ഒരു ഭയം തോന്നും, എൻ്റേതും പൂട്ടിപ്പോകുമോ? അപ്പോഴാ കാണണ്ടേ, ഇടത്തോട്ട് വേര്, വലത്തോട്ട് വേര്, മുമ്പോട്ട് വേര്, പുറകോട്ട് വേര്, ആഴത്തിൽ വേര്, മേളിലോട്ട് വളർച്ച. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ഏകീഭവിച്ച് ദൈവിക വളർച്ച പ്രാപിക്കുന്നത്. മേളിൽ നിന്ന് താഴേക്കും താഴെ നിന്ന് മേളിലോട്ടും ഒരേപോലെ വളർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുക. ക്രിസ്തു എന്ന തലയിൽ നിന്ന് താഴേക്ക് വളരുന്നു. ക്രിസ്തുവിലുള്ള വളർച്ച എനിക്ക് മേളിലേക്ക് ഉണ്ടാകുന്നു. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. നിങ്ങളൊക്കെ എഫെസ് ലേഖനത്തിലെ വാക്യം ഒന്ന് വായിച്ചേ. എഫെസ് ലേഖനത്തിലെ വാക്യം ഒന്ന് വായിച്ചേ. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണം. നിങ്ങൾ സ്നേഹത്തിൽ വരൂ. നീ അടിസ്ഥാനപ്പെട്ടവരായ ദൈവസ്നേഹത്തിന്റെ നീളം, ഉയരം, വീതി, ആഴം സകല വിശുദ്ധന്മാരോട് ഗ്രഹിപ്പാനും വായിച്ചോ. വീതി, നീളം, ഉയരം, ആഴം എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന. ഇതോടെ ഒന്ന് പറയാം. ഇപ്പൊ ദൈവസ്നേഹത്തിന്റെ നീളത്തിലേക്ക്, അതിന്റെ ഉയരത്തിലേക്ക്, അതിന്റെ വീതിയിലേക്ക്, അതിന്റെ ആഴത്തിലേക്ക് എന്നെ കർത്താവ് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴാണ് പരിജ്ഞാനത്തെ കവിയുന്ന. ഒന്ന് ചേർന്ന് പറഞ്ഞ ആ വാക്ക്, പരിജ്ഞാനത്തെ കവിയുന്ന. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും. ആണ്ടേ, ഇടത്തോട്ടും വലത്തോട്ടും മുമ്പോട്ടും പുറകോട്ടും എല്ലാം കൂടെ ദൈവസ്നേഹത്തിലേക്ക് എൻ്റെ വേരെല്ലാം കൂടെ വലിച്ചുകൊണ്ട് പോയപ്പോഴാ എൻ്റെ പരിജ്ഞാനത്തെ കർത്താവിൻ്റെ സ്നേഹം കവിയാൻ തുടങ്ങി.
ഒന്ന് പറഞ്ഞേ, പരിജ്ഞാനത്തെ കവിയുന്ന. പരിജ്ഞാനത്തെ കവിയുന്ന. പരിജ്ഞാനം എന്ന വാക്കിന്റെ അർത്ഥം സുബോധം, സ്ഥലകാല പരിമിതി ബോധം, സ്ഥലകാല ബോധം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ എന്നൊക്കെ പറയുന്ന സെൽഫിലുള്ള എൻ്റെ ബോധം, ഇതാണ് പരിജ്ഞാനം. എൻ്റെ ഈ ബോധത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും. ഓ, ദൈവസ്നേഹം ഇപ്പൊ എന്ത് ചെയ്യാൻ തുടങ്ങി? എൻ്റെ പരിജ്ഞാനത്തെ കവിയാൻ തുടങ്ങി. എന്നെ പറഞ്ഞതിന്റെ അർത്ഥം ഇങ്ങോട്ട് നോക്ക്. എന്നെ പറഞ്ഞതിന്റെ അർത്ഥം ബോധത്തെ കവിഞ്ഞു എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്ന ആശയം എന്നാണെന്നറിയോ? ഉദാഹരണം പറയാം. ഒരാളിനോട് വരികയാണെങ്കിൽ അവരെ നിർത്തി ഉദാഹരണം പറയാം. ആരാ വരുന്നത്? നീ പാടി പാരിയേ. വേറെ ആരാ പറയണത്? നീ അല്ല ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, എനിക്ക് ഇവളോട് ഭയങ്കര വിരോധമാ എന്നിരിക്കട്ടെ. അങ്ങനെ ഒന്നും ഇല്ലല്ലേ? അങ്ങനെ ഉണ്ടോ? ഇല്ല. 8 കൊല്ലമായി കൂടിയിട്ടല്ലേ? ആയോ? ഇതുവരെ വിരോധം തോന്നിയിട്ടുണ്ടോ? ഉണ്ടേ പറയണം. ഇല്ല. ഓക്കെ, അപ്പോ എനിക്ക് ഈ വ്യക്തിയോട് ഭയങ്കര വിരോധം വന്നിരിക്കട്ടെ. ഇയാളോട് എനിക്ക് ഭയങ്കര വിരോധം. കാരണം ഇവളുടെ കയ്യിലിരിപ്പ് ചില സമയത്ത് ഓർത്താല് വിരോധം തോന്നാതിരിക്കത്തില്ല. എനിക്ക് ഭയങ്കര വിരോധം ഈ വ്യക്തിയോട്. പക്ഷേ എനിക്ക് ഈ വ്യക്തിയോട് വിരോധം തോന്നിയിരിക്കുമ്പോഴും എൻ്റെ പരിജ്ഞാനത്തിൽ, എൻ്റെ സുബോധത്തിൽ എനിക്ക് ഈ വ്യക്തിയോട് വിരോധമാണ്. ഇവിടെ കാണുമ്പം 2 വാക്ക് പറയണം എന്ന് ചിന്തിച്ചാ ഞാൻ ഇരിക്കുന്നേ. ഇതെന്റെ ബുദ്ധിയാ, ഇതെന്റെ പരിജ്ഞാനമാണ്. ഇതിനെ കർത്താവിന്റെ സ്നേഹം അങ്ങ് വന്ന് കവിഞ്ഞു. അന്നേരം എന്നാ സംഭവിച്ചെന്നറിയോ? 2 വാക്കുകളോട് പറയണമെന്ന് വിചാരിച്ചു വന്ന ഞാൻ വരുന്ന വഴിക്ക് ഇവൾക്ക് കഴിക്കാൻ പരിപ്പൂടെ മേടിച്ചോണ്ട് വന്നു, ഇവൾക്ക് ഇഷ്ടമുള്ള ജ്യൂസ് മേടിച്ചോണ്ട് വന്നു, ഇവൾക്ക് ഇഷ്ടമുള്ള ഫുഡ് മേടിച്ചോണ്ട് വന്നു. എന്നിട്ട് ഇത് മേടിച്ചോണ്ട് വന്നിട്ട് ഞാൻ ചിന്തിക്കുക, എടാ ഞാൻ ഇതല്ലല്ലോ ആഗ്രഹിച്ചത്. ഞാനൊരു 2 വാക്ക് അവളോട് പറയണം. അവൾ എന്നോട് ചെയ്തത് ഇതാഗ്രഹിച്ചല്ലേ വന്നത്. ശരിയാ, നിങ്ങളുടെ പരിജ്ഞാനത്തിൽ അങ്ങനെ. പക്ഷെ കർത്താവിന്റെ സ്നേഹം നിങ്ങളുടെ പരിജ്ഞാനത്തെ കവിയുമ്പോൾ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കാൻ തുടങ്ങും. ഇതാ യേശു പറയുന്നത്, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ, ശത്രുക്കളെ സ്നേഹിപ്പീൻ. മനസ്സിലായോ? ഒന്ന് പറഞ്ഞേ. എനിക്ക് ആരോടെങ്കിലും ഒരാളോടൊരു വിരോധം ഉണ്ടെങ്കിൽ പോലും എനിക്ക് വിരോധമുണ്ട്, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയണമെന്ന് ആഗ്രഹിച്ചിങ്ങനെ ഞാൻ ഇരിക്കുമ്പോ ഇങ്ങോട്ട് പാരട്ടെ. എന്നാലും എന്നോട് ഇങ്ങനൊക്കെ ചെയ്തല്ലോ, ഞാൻ ഇത്രയൊന്നും വിചാരിച്ചില്ല എന്നൊക്കെ നോക്കുന്നില്ല. ഇങ്ങനൊക്കെ വിചാരിച്ചങ്ങോട്ട് ഇരിക്കുമ്പം, പക്ഷെ ഞാൻ അടുത്ത് വന്ന് പറയാനായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഞാൻ വരുമ്പോഴത്തേക്ക്, സഹിച്ചാൻ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഞാൻ ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി വെക്കും. വിരോധം അകത്ത് മുഴുവൻ, പക്ഷെ ആ വിരോധം പുറത്തു വരുന്നില്ല. അത് ഞാൻ പോലും അറിയുന്നില്ല. വിരോധം ഇത് എത്ര പേര് അനുഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാനിത് അനുഭവിക്കുന്ന ജീവിതമാണ്. ചില സമയത്തൊക്കെ ആർക്കാ ദേഷ്യം തോന്നാത്തേ? എൻ്റെ കർത്താവേ, ഞാൻ നിൽക്കുന്ന ഫീൽഡിൽ നിങ്ങളൊന്ന് നിന്ന് നോക്ക്, ഒരാഴ്ച. അയ്യോ, പക്ഷേ വിരോധം തോന്നി കാലി ഇളകി 2 വാക്ക് പറയാം എന്ന് പറഞ്ഞ് ഫോൺ ചെയ്താലും, അച്ചായ സുഖമായിട്ട് ഇരിക്കുന്നോ? അച്ഛാ വെളിയിൽ പോയിട്ട് എങ്ങനെയുണ്ട്? എങ്ങനെ ഇത് പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പല സമയം. ഇവളെന്നെ മിക്കവാറും വഴക്ക് പറയാണ്ട് ഇങ്ങനത്തെ ഒരു മനുഷ്യൻ. കഴിഞ്ഞ ആഴ്ച എന്നെ വഴക്ക് പറഞ്ഞില്ലേ? ഇങ്ങനെയാണോ അതിനോട് പ്രതികരിക്കണ്ടേ? ഇതാണ്ടേ ബ്രദർ വീക്ക് എന്ത് ചെയ്യും? ഇവരെല്ലാം എന്നോട് പറയാറുണ്ട്, ഇങ്ങനെയാണോ സഹിച്ചത്, അതിനോടൊക്കെ പ്രതികരിക്കണ്ടേ? ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. ബുദ്ധി പരിജ്ഞാനത്തെയും കവിയുന്ന വേറെ ഒന്ന് വ്യക്തികളെ ഭരിക്കുകയാണ്.
അയ്യോ അവനിങ്ങോട്ട് വരട്ടെ, ഞാൻ ഇന്ന് വെച്ചിട്ടുണ്ട് അവന് എന്ന് പറഞ്ഞിരിക്കുമ്പോഴും അവിടെ ചെന്ന് കഴിയുമ്പം അവനെ കണ്ട് കെട്ടിപ്പിടിക്കാൻ തോന്നും. ഹല്ലേലൂയ. അല്ലെങ്കിൽ അവനെ പോയി സ്നേഹിക്കാൻ തോന്നും. ഇത് ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, അയ്യോ നാണക്കേടായി പോയി. ഇല്ല, നാണക്കേടായതല്ല, നിങ്ങളിൽ യേശു വെളിപ്പെട്ടതാ. നിങ്ങളിൽ യേശു വെളിപ്പെട്ടതാ. നിങ്ങളിൽ യേശു വെളിപ്പെട്ടതാ. 3.5 കൊല്ലം കൂടെ നടന്നിട്ട് ഒരു പ്രാവശ്യം പോലും യൂദ നടക്കുന്നു കൂടെ. അവസാനം ഉമ്മ തന്ന ഒറ്റിക്കൊടുക്കാണോ അല്ലടാ കള്ള എന്ന് പറഞ്ഞോ? പറ. ഒരു പ്രാവശ്യമെങ്കിലും 3.5 വർഷത്തിനിടയിൽ വാക്കുകൊണ്ട് യൂദായെ യേശു മുറിപ്പെടുത്തിയോ? എന്നാൽ ഇവനെ വിളിക്കുമ്പോഴേ അറിയത്തില്ലായിരുന്നോ ഇവനെ തള്ളി പറയാൻ പോന്നേന്ന്? ജീസസ്. ഒറ്റിക്കൊടുക്കാൻ പോന്ന ഇവനെ അന്ന് അറിയാമായിരുന്നു. അവസാനത്തെ ചുംബനം കൊണ്ട് ഒറ്റ കൊടുക്കാൻ പോയപ്പോഴും ചുംബിച്ചിട്ട് പോടാന്നല്ല, കെട്ടിപ്പിടിച്ച് തന്നെ ആ ചുംബനം കൊടുത്തെന്നാ ഞാൻ വിശ്വസിക്കുന്നേ. കാരണം യേശുവിനെ അറിയാം, യേശുവിൽ നിന്ന് പുറപ്പെടുന്ന എന്നാന്ന്. ഹല്ലേലൂയ. ഞാനങ്ങ് അവളോട് ക്ഷമയോഗ്യത്തില്ല. ശരിയാ, നിങ്ങൾ ക്ഷമയോഗ്യത്തില്ല. നിങ്ങളിൽ യേശു വെളിപ്പെട്ടാൽ ആ തകർത്ത വ്യക്തിയുടെ വീട്ടിൽ നിങ്ങൾ ചെല്ലും. അവരെ നിങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങും. അവൾ എൻ്റെ മോളുടെ കല്യാണത്തിന് വന്നിട്ടില്ല, എനിക്ക് ഓർമ്മയുണ്ട് അവരെപ്പോഴാ വന്നേന്ന്. അവളുടെ മോളുടെ കല്യാണം വരട്ടെ. കല്യാണം വരുമ്പോൾ നീ തലേന്നേ പോകും. യേശു നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ തലേന്നേ പോകും. ഹല്ലേലൂയ. നിന്റെ കുഞ്ഞിന്റെ കല്യാണം നടന്നപ്പോൾ ഒന്നും മേടിച്ചു തന്നിട്ടില്ലെങ്കിൽ അവരുടെ കുഞ്ഞിന്റെ വിവാഹം നടക്കുമ്പോൾ നീ പലതും മേടിച്ചു കൊടുക്കും. ഹല്ലേലൂയ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്തു പ്രയോജനം? പരീശന്മാരും അങ്ങനെ തന്നെ ചെയ്യുന്നല്ലോ, ശാസ്ത്രിമാരും അങ്ങനെ തന്നെ ചെയ്യുന്നല്ലോ, ലോകത്തിലുള്ളവരും അങ്ങനെ തന്നെ ചെയ്യുന്നല്ലോ. ശത്രുക്കളെ സ്നേഹിപ്പീൻ. എങ്ങനെ ഇത് പറ്റും കർത്താവേ? എന്നിൽ വേരൂന്നിയാ പറ്റും. എന്റെ സ്നേഹത്തിന്റെ ഇടവും വലവും നീളവും ഉയരവും ആഴവും വീതി എന്തെന്നറിഞ്ഞാൽ ഇത് പറ്റും. താങ്ക് യു ജീസസ്. ഈ ലൈഫിലേക്ക് എന്നെ കൊണ്ടുവന്നതിന് നന്ദി എന്ന് എത്ര പേർക്ക് പറയാൻ താല്പര്യമുണ്ട്? എന്നെ കൊണ്ടുപോകണമേ എന്നല്ല, സകലവും യേശു നിങ്ങൾക്ക് വേണ്ടി തന്നു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളെ ഈ ലൈഫിലേക്ക് യേശു കൊണ്ടുവന്നിരിക്കുന്നു എന്നറിഞ്ഞ് കരമടിച്ചൊന്ന് യേശുവിന് നന്ദി പറയാൻ തുടങ്ങിക്കേ. പരിജ്ഞാനത്തെ പറഞ്ഞേ, പരിജ്ഞാനത്തെ 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 കവിയുന്ന, ഉറക്കെ പറ, പരിജ്ഞാനത്തെ കവിയുന്ന. ഹല്ലേലൂയ. ഈ ഡിവോഴ്സിന്റെ വക്കിലെത്തി നിൽക്കുന്നവരൊക്കെ കൗൺസിലിങ്ങിനൊക്കെ ആയിട്ട് ഞങ്ങളുടെ അടുക്കൽ വരുമ്പോൾ അവരുമായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ കണ്ടിട്ടുണ്ട് യേശു ഇങ്ങനെ വെളിപ്പെടുന്നത്. രണ്ടു കൂട്ടരും വില്ല് പോലെ വളഞ്ഞു നിൽക്കുക. നീ, ഞാൻ, ഓക്കെ, നീ അന്ന് അങ്ങനെ പറഞ്ഞില്ലേടി, നീ അന്ന് അങ്ങനെ പറഞ്ഞില്ലേടാ, ഓക്കെ. രണ്ടുപേരും വില്ല് പോലെ വളഞ്ഞു നിൽക്കുക. അവസാനം നമ്മൾ ഇതിനെ നടുക്ക് നിന്ന് വിഷമിക്കും. കർത്താവ്, ഇതുങ്ങളെ എങ്ങനെയാ ഒന്ന് കൂട്ടി യോജിപ്പിക്കുന്നത്? ഒരു തരത്തിലും യോജിക്കുന്നില്ല. നിന്റെ അമ്മ വന്നപ്പം നിന്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് നീ എന്നെ അപമാനിച്ച് ഞാൻ മറന്നു പോയില്ലടാ. എന്നാ 20 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട്. കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ആഴ്ച വീട്ടിൽ പോയപ്പോൾ ഉള്ള കാര്യമാണ് പറഞ്ഞേ. അകത്ത് കൊണ്ടു നടക്കുക. ഈ ഡിവോഴ്സിന് കേസ് ഫയൽ ചെയ്ത് കൗൺസിലിങ്ങിനൊക്കെ ആയിട്ട് തള്ളുന്ന കേസുകൾ വരും. വന്നിട്ട് മണിക്കൂറുകളെടുത്ത് ഞങ്ങളിരുന്ന് സംസാരിച്ച് കഴിഞ്ഞിട്ട് ഒടുവിൽ വരുമ്പോൾ ഉണ്ടല്ലോ, ഈ യേശുവിൻ്റെ സ്നേഹത്തെ അങ്ങോട്ട് പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഞാൻ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ഇടയിൽ റീസെൻ്റ്ലി കണ്ട ഒരു കാഴ്ച ഇതാ. മുഴുവൻ വൈരാഗ്യമാകത്ത്, അകത്ത് മുഴുവൻ വൈരാഗ്യമാണ്. ജീവനുണ്ട് ഞാൻ നിന്റെ കൂടെ ഇനി ജീവിക്കുകയല്ലടി എന്ന് പറഞ്ഞ കർത്താവിൻ്റെ സ്നേഹം വന്നപ്പോൾ കയ്യിലും പിടിച്ച് കൂട്ടിക്കൊണ്ട് പോവുക മസാല ദോശ കഴിക്കാൻ. നമ്മളാരായി? വാ മോളെ, നമുക്ക് മസാല ദോശ കഴിക്കാന്ന്. കർത്താവിൻ്റെ സ്നേഹം വന്നാൽ ഒരു കാര്യം ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഇത്രയും തെറ്റുള്ള നിങ്ങളോട് എന്നോടും കർത്താവ് ക്ഷമിച്ചെങ്കിൽ ഇനി ആരോടാ നമുക്ക് ക്ഷമിക്കാതിരിക്കാൻ പറ്റാത്തേ? ആരോടാ ക്ഷമിക്കാൻ പറ്റാത്തേ? എൻ്റെ യേശുവേ, ഹല്ലേലൂയ. ആ ദൈവസ്നേഹത്തിൽ ഒന്ന് നിറഞ്ഞേ. അതിൻ്റെ നീളം ഉയരം പരിജ്ഞാനത്തെ അങ്ങോട്ട് കവിയട്ടെ. എൻ്റെ ബുദ്ധിയിൽ എനിക്ക് അവളെ സ്വീകരിക്കാൻ ഇനി പറ്റുകയില്ല, എനിക്ക് അവനെ ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. ശരിയാ, ബുദ്ധിയിൽ ഉൾക്കൊള്ളാൻ അംഗീകരിക്കാനും പറ്റില്ല. പക്ഷെ ബുദ്ധിയെ
ആ വാക്യം വായിച്ചു. പരിജ്ഞാനത്തെ കവിയുന്ന, എഫെസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യമാണ് വായിക്കുന്നത്. ശ്രദ്ധിച്ചു കേൾക്കാൻ. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും. ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയണം. അടുത്തിരിക്കുന്ന ആളോട് പറ, ബുദ്ധിയെ കവിയുന്ന, സുബോധത്തെ കവിയുന്ന, ചിന്തകളെ കവിയുന്ന. കൈ കൊടുത്തേ ഒരാൾക്ക് കരം കൊടുത്തത് പറഞ്ഞ്, ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ചിരിക്കുന്ന ഒരു ഭാര്യയ്ക്ക് കരം കൊടുത്താട്ടെ, ഭർത്താവിന് കരം കൊടുത്താട്ടെ, ഇവിടെങ്കിലും വരുമ്പം കരം കൊടുത്താട്ടെ, ഇവിടെങ്കിലും വരുമ്പം കൈയൊക്കെ കൊടുത്താട്ടെ, ഉറക്കെ വിളിച്ചു പറഞ്ഞാട്ടെ, ബുദ്ധിയെ കവിയുന്ന. ഒന്ന് പറഞ്ഞു, ബുദ്ധിയെ കവിയുന്ന. എന്റെ ബുദ്ധി എന്നോട് പറയുന്നു ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല, പക്ഷെ ബുദ്ധിയെ കവിയുന്ന ദൈവസ്നേഹം എന്നോട് പറയുന്നു ഉൾക്കൊണ്ടേ പറ്റൂ. ഹല്ലേലൂയ. എന്റെ ബുദ്ധി എന്നോട് പറയുന്നു, ഈ രോഗിയുടെ ദേഹത്തൊന്നും കൈവെക്കണ്ട, അളിഞ്ഞിരിക്കുന്നു. അയ്യേ, അളിഞ്ഞിരിക്കുന്ന ഈ ശരീരത്തെ കൈവെക്കുന്ന എന്തിനാ? പക്ഷെ എൻ്റെ ബുദ്ധിയെ കവിയുന്ന ദൈവസ്നേഹം എന്നോട് പറയുന്നു, എടാ നിന്റെ ശരീരം ഇതുപോലെ അളിഞ്ഞു കിടന്നപ്പോ ഞാൻ നിന്നെ സൗഖ്യമാക്കിക്കൊണ്ടല്ലേ. ഹല്ലേലൂയ. അപ്പോൾ അവന്റെ മുറിവേൽ കൈവെക്കാൻ നമുക്ക് പറ്റുന്നത് കർത്താവിന്റെ സ്നേഹം നമ്മുടെ ബുദ്ധിയെ കവിയുമ്പോഴാണ്. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ ആൾക്കാർ ഇങ്ങനെ പറയുന്നത് ഞങ്ങളുടെ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ജീവനുള്ള എത്രയും കാലം അവനെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. ശരിയാ, നിങ്ങളുടെ ജീവൻ നിങ്ങൾ നിൽക്കുന്നത്രയും കാലം നിങ്ങൾക്ക് അവനെ ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. എന്നാൽ അവന്റെ ജീവൻ നിങ്ങളിൽ വന്നു തുടങ്ങിയാൽ നിങ്ങൾ അവനെ വിളിക്കും, നിങ്ങൾ അവനെ പോയി കാണും. ഇത് തുടങ്ങിയവർക്കായി സ്തോത്രം. ഇന്ന് ഞാൻ ഈ ആലോചന പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് യേശു ക്രിസ്തുവിൽ നിങ്ങളുടെ ഐഡന്റിറ്റി തിരിച്ചറിഞ്ഞാൽ, ശത്രുക്കളുടെ മുമ്പിൽ മേശ ഒരുക്കുമെന്ന് പറയുന്ന പരിപാടിയല്ല ഇത് കേട്ടോ. അങ്ങനെയാണെന്നും പറഞ്ഞ് കേട്ടോണ്ടിരിക്കല്ലേ. നിങ്ങൾ യേശു ക്രിസ്തുവിൽ ആരാന്ന് തിരിച്ചറിഞ്ഞാൽ, യേശുവിൽ നിങ്ങൾ വേരൂന്നിയാൽ, ഇന്ന് പാലാ മീറ്റിംഗിൽ വെച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. ടെലിവിഷൻ ലോകരാജ്യങ്ങളിൽ പല ടൈം സോണുകൾ ആൾക്കാർ കേട്ടുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം, ഇന്ന് ഇത് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇതിന് ശേഷം ചിലരെ ഫോൺ ചെയ്യാൻ തയ്യാറാകണം, ചിലരെ പോയി കാണാൻ തയ്യാറാകണം. കർത്താവിന്റെ ആത്മാവ് അതിന് നിങ്ങളെ നിർബന്ധിക്കുന്നു. നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നിയ വ്യക്തിയാണെങ്കിൽ അത് വെളിപ്പെടട്ടെ പുറത്തേക്ക്. നിങ്ങളുടെ ബുദ്ധിയും ദൈവസ്നേഹവും തമ്മിൽ ഇടിച്ചിടിച്ച് നിൽക്കുക. എപ്പോഴും വിജയിക്കുന്ന നിങ്ങളുടെ ബുദ്ധിയല്ലേ, എന്നാൽ ഇന്ന് വിജയിക്കേണ്ടത് കർത്താവിന്റെ സ്നേഹമാകട്ടെ. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തേ. എന്നെ പറ്റി നട്ടലിന് കുറെ കാലമായിട്ട് വേദനയാണ്. ഇവിടെ കൈയുടെ അസ്ഥി എങ്ങനെയാ മോനെ തുടങ്ങിയ? അസ്ഥി തേയുന്നതെന്ന് പറഞ്ഞു, പല ഹോസ്പിറ്റലിലും കൊണ്ടൊക്കെ കാണിച്ചിട്ട് വേദന. ഓക്കെ, എവിടെയാ പ്രയാസം? എന്നെ തൊടിയിച്ചേ. ഇവിടെയാ? ഇവിടെ താഴോട്ടാ? ഈ സൈഡാ? ഇപ്പോഴും നല്ല വേദനയാ അല്ലേ? അതെ അതെ, ഇപ്പോഴും വേദനയാ. ഒരു പവർ ഓഫ് ഗോഡ് നിന്റെ ശരീരത്തിലേക്ക് അടിക്കാൻ പോകുന്നു. യേശുവെന്ന് വിളിച്ചു. ഇപ്പോ അത് ഇറങ്ങിപ്പോവും. ഒരു നിഴൽ ഈ ചെറുപ്പക്കാരന്റെ ശരീരത്തിൽ നിന്ന് അഴിയുന്നു. നിന്റെ മതമോ ജാതിയോ ഒന്നും നോക്കാതെ യേശു നിന്നെ സൗഖ്യമാക്കും. യേശുവിന്റെ ജീവൻ ഈ ശരീരത്തിലേക്ക് അടിക്കട്ടെ. ശക്തി കയറട്ടെ, ശക്തി കയറട്ടെ. കർത്താവ് അത് ചെയ്ത് കഴിഞ്ഞതിനായിട്ട് കരമടിച്ചൊന്ന് യേശുവിന്റെ മഹത്വം കൊടുക്കാം. ചെയ്യാൻ പറ്റാത്ത ചെയ്തോ? എന്താ ചെയ്യാൻ പറ്റാതെ? എന്താ ചെയ്യാൻ പറ്റാതെ? അത് ചെയ്യേ. അല്ലല്ല, നന്ദി പറയല്ല. എന്ത് ഈ അസ്വസ്ഥ നിമിത്തം എന്താണോ ചെയ്യാൻ കഴിയാഞ്ഞത്, ചെയ്യാൻ പറ്റാത്തത്, എന്ത് ചെയ്യുമ്പോഴാണ് പ്രയാസമുള്ളത് അത് ചെയ്യേ. കൈ പൊക്കാൻ പറ്റില്ല, കൈ പൊക്കിക്കേ. പൊങ്ങട്ടെ, ചേർത്ത് മുട്ടിച്ചേ, കറക്കിക്കേ, കറക്കിക്കേ, തിരിച്ചേ, വാളച്ചേ, ഓടിച്ചേ. കറങ്ങട്ടെ. കരമടിച്ചോ യേശുവിന് മഹത്വം കൊടുത്തു.
എന്താ ചെയ്യാൻ പറ്റാഞ്ഞ അത് ചെയ്യാ. ഇങ്ങനെ കുനിയാൻ പറ്റില്ല. ഇപ്പം പറ്റും. ഇപ്പൊ പറ്റുമോന്നല്ല ചോദിച്ചത്, നേരത്തെ പറ്റുമായിരുന്നോന്നാ ചോദ്യം. പറ്റത്തില്ല, 1.5 വർഷമായിട്ട് പറ്റത്തില്ല. ഇപ്പൊ ക്ലിയറാ? കുനിഞ്ഞ് നോക്കട്ടെ, കുനിഞ്ഞ്. ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ കുഴപ്പമില്ല. ബെറ്റർ. ഓക്കെ. കരമടിച്ച യേശുവിന് മാത്രം സന്തോഷത്തോടെ പോയാട്ടെ. തളർച്ച വന്നവളെ പോലെ ഒരു നിത്യരോഗിയാക്കി ഇവളെ കിടത്തുവാൻ ബന്ധിച്ചിരിക്കുന്ന കെട്ടുകൾ അഴിയട്ടെ, 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 അഴിയട്ടെ. എന്നെ പിടിച്ചോ. ശക്തി അടിക്കുന്ന അവളുടെ ശരീരത്തിലേക്ക്. ആ ശരീരം സൗഖ്യമായിരിക്കുന്നു. ഘോര മഹാസ്യാന്തരെ സകലവും വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ എല്ലാം ചെയ്തു കഴിഞ്ഞ് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആ മകൻ എവിടെയായിരുന്നാലും കർത്താവെ സമാധാനത്തോടു കൂടി ഈ അമ്മയുടെ അടുക്കിലേക്ക് വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ, സ്തോത്രം. ഈ കണ്ണുനീരിനെ യേശു തുടച്ചു കഴിഞ്ഞല്ലേ? കഴിഞ്ഞു. കരമടിച്ച യേശുവിന്